ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്നൊരു കോഫി കുടിക്കാൻ പോയാലോ? അപ്പോൾ എൻ്റെ വളരെ നേരത്തെ ഡ്യൂട്ടിക്ക് ശേഷം കുറച്ച് സമയം ബ്രേക്ക് എടുത്ത് ഞാനൊരു കോഫി കുടിക്കാൻ വേണ്ടി പോവുകയാണ്. എവിടെയല്ല വന്നത്, ക്വീൻസ് കോഫി പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷോപ്പിലേക്കാണ് ഞാൻ വന്നിട്ടുള്ളത്. ഈ ഷോപ്പിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. എക്സ്പീരിയൻസ് ഒക്കെ ഞാൻ പറഞ്ഞു തരാൻ വഴിയേ. അപ്പോൾ ഇവിടെ ഞാൻ നോക്കുമ്പോൾ ഒത്തിരി ഡെസേർട്ട്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു, കുറേ സ്നാക്സ് ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ നാട്ടിലത്തെ വറവ് പൊരിച്ച സാധനങ്ങളൊക്കെ ഇല്ലേ, ഈ കായ വറുത്തത്, ചിപ്സ്, അങ്ങനത്തെ ഉള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടു. പക്ഷെ അതിലേക്കൊന്നും ഞാൻ വാങ്ങിച്ചില്ല, കാരണം നമ്മൾ കേരളത്തിൽ നിന്നാണ് വരുന്നത്, നമ്മുടെ അടുത്തില്ലാത്ത കായ വറുത്തതുണ്ടോ അല്ലേ? അപ്പോൾ ഞാൻ അതിലേക്കൊന്നും പോയില്ല കേട്ടോ. ഞാൻ ഇവിടുത്തെ സാധനങ്ങൾ എന്തൊക്കെയാണ്, അത് നമ്മുടെ കർണാടക സ്പെഷ്യലാണ് ഞാൻ നോക്കിയത്. അപ്പോൾ ഇവിടെ മെയിൻ ആയിട്ടുള്ളത് കോഫിയാണ്. നല്ല ഡീസൻ്റ് ആയിട്ട് അവർ നല്ല കോഫിയൊക്കെ ഉണ്ടാക്കി തരുന്നുണ്ട് കേട്ടോ. കുറേ പേര്, നല്ല തിരക്കും ഞാൻ കണ്ടായിരുന്നു. അപ്പം ഞാൻ മൊത്തത്തിലൊക്കെ ഒന്ന് റൗണ്ട് അടിച്ചു. ഇവിടെ എന്തൊക്കെയാണ്, വല്ല സ്പെഷ്യൽ കാര്യങ്ങളോ വല്ലതും ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് വട്ടം കറങ്ങി. അപ്പോൾ കുറച്ച് എന്താ പറയുക, നല്ലൊരു സീനറി കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ലൊരു എൻവയോൺമെൻ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതുപോലെ നിങ്ങൾക്ക് ക്ലിനിക്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥലത്ത് ഇതുപോലെ ബോറൊക്കെ അടിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് പുറത്തൊരു കോഫി കുടിക്കാൻ പോകണമെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് ഒരു കോഫി കുടിക്കാൻ പോകാൻ പറ്റിയ ഒരു സ്ഥലമാണിത്. നല്ലൊരു എന്താ പറയുക, നല്ല സുഖമാണ് കേട്ടോ. ഞാനപ്പോൾ വാങ്ങിയത് കോഫിയാണ്, ഞാൻ പറഞ്ഞല്ലോ, കോഫി. പിന്നെ ഇവിടെ മധുരം ഇടുന്നത് കേട്ടോ, നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് മധുരം ഇടാം. അപ്പം ഞാൻ ശർക്കരയാണ് ഇട്ടത്. പിന്നെ ബ്രൗൺ ഷുഗർ ഉണ്ടായിരുന്നു, ബ്രൗൺ ഷുഗർ ഞാൻ തൊട്ടില്ല, ഞാൻ ശർക്കര എടുത്തത്. 4 സ്പൂൺ ശർക്കര എന്തോ ഞാൻ ഇട്ടു. നല്ല മധുരമായിരുന്നു. ഒറ്റ ഒരു സിപ്പിൽ തന്നെ ആ ഒരു സ്വീറ്റ്നെസ് എൻ്റെ തലയ്ക്ക് കയറി പിടിച്ചു, അത്ര മധുരമായിപ്പോയി. എൻ്റെ മിസ്റ്റേക്കാണ് കേട്ടോ, എൻ്റെ മാത്രം മിസ്റ്റേക്കാണ്. ഷുഗർ ഇട്ടത് കുറച്ച് കൂടിപ്പോയി. പക്ഷെ എന്നിരുന്നാലും നല്ല കോഫി ആയിരുന്നു, നല്ല തിക്കായിട്ടുള്ള ഒരു ഡിക്കോക്ഷനിലായിരുന്നു. അവർ നന്നായിട്ട് പതപ്പിച്ച് പാലൊക്കെ ഒഴിച്ച് നല്ല സൂപ്പർ സാധനമായിരുന്നു. മധുരം എൻ്റെ പ്രശ്നം കാരണം ഇച്ചിരി കൂടിപ്പോയി, അത് മാത്രമേ പ്രശ്നമായുള്ളൂ. പിന്നെ ഇവിടെ ഇരുന്ന് സംസാരിക്കാനും അങ്ങനത്തെ ഉള്ള കുറേ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും ഒരു മോശമില്ല, നമുക്ക് വന്നിരുന്നൊക്കെ സംസാരിച്ച് ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം നമുക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് നല്ലൊരു സ്ഥലമാണ്. പിന്നെ ഇതുപോലെ ഇനിയും ബാംഗ്ലൂരത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ ചെറിയ ചെറിയ കുട്ടി വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോസ് മുടങ്ങാതെ കാണാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ഐക്കണും കൂടി ഒന്ന് ഞെക്കി വെക്കുക. ഓക്കെ. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഞാൻ അടുത്തൊരു ഡെസേർട്ട് കഴിച്ചത് ഈ ഒരു ഗിന്നു ആണ്. ഇത് ഒരു പുഡിംഗ് ആയിരുന്നു, നല്ലൊരു വെറൈറ്റി സാധനമായിരുന്നു. ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. 65 രൂപ മറ്റോ ആയിരുന്നു കേട്ടോ. നല്ലതായിരുന്നു, കുഴപ്പമില്ല. ഞാൻ ഫസ്റ്റ് സ്പൂൺ എടുത്തപ്പോൾ തന്നെ നല്ല തിക്കായിട്ട് നല്ല ക്രീമി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. അടിപൊളി സാധനം, എനിക്കിഷ്ടപ്പെട്ടു. എന്താണ്, അടിപൊളി സാധനം, വളഞ്ഞത് തന്നെ. അതുപോലെ എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. പിന്നെ അത് ഭയങ്കര സ്വീറ്റ്നെസ് ഇല്ല, ഒരു മോഡറേറ്റ് ആയിട്ടുള്ളൊരു സ്വീറ്റ്നെസ് ആയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞതൊന്നും മറക്കണ്ട. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയും വരും ചാനലിൽ. സോ മിസ് ചെയ്യാതെ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ടിൽ ദെൻ ബൈ ബൈ.